ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചുവും അതുപോലെ ഹരിയും കൂടെ വീട്ടിലേക്ക് വന്നപ്പോൾ ദൈവത്തിന് പോലും നിരക്കാത്ത രീതിയിൽ സംസാരിക്കുകയാണ് ഋതുകയും അതുപോലെ അനിയത്തിയും. മക്കളുടെ രണ്ടുപേരുടെയും അഹങ്കാരം കണ്ടിട്ട് നമ്മുടെ പൂർണിമയ്ക്ക് പോലും വല്ലാത്തൊരു വിഷമം ഉണ്ടായത്. അങ്ങനത്തെ അച്ചു ആണെങ്കിൽ ഒരു അക്ഷരത്തിന് പോലും വിട്ടുകൊടുക്കുന്നില്ല. ഇവളുമാരെ അങ്ങോട്ട് കയറ്റി വിടാനായിട്ട് നമ്മുടെ അച്ചു സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ പല്ലവിയും അവർ ആ ഒരു ഇതും കഴിഞ്ഞിട്ട് തൻ്റെ ഇടത്തോടു കൂടി ഇവളുമാരെ നേരിട്ടിട്ട് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പല്ലവിയുടെ അനിയത്തിയും അതുപോലെ നമ്മുടെ വിശ്വനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള കാര്യങ്ങളും ഇതെല്ലാം ഇന്ദ്രൻ വളരെ വഷളാക്കണത്. പിന്നെ അനിയനെ കാണാനായിട്ട് നമ്മുടെ പല്ലവി നേരെ ലോഡ്ജിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് വിശ്വനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കഷ്ടകാലം എന്ന് പറയാലോ, നമ്മുടെ പാറു അങ്ങോട്ടേക്ക് കയറി വരും. അപ്പോൾ പാറു വന്ന് റിസപ്ഷനിൽ ചോദിച്ചു, എവിടെയാ, ഏതാണ് റൂം, ഇന്ന റൂം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന നിലയിലാണെന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ പാറു അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. ഈ സമയം കൊണ്ട് പല്ലവി ആണെങ്കിൽ ആ വിശ്വനോട് ഇങ്ങനെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ കുടുംബത്തിൻ്റെയും ഒക്കെ നാണക്കേടിനെ പറ്റിയും അവരുടെ മാനസികാവസ്ഥയെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം വിശ്വം പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും അരുതാത്തതായിട്ടില്ല, അങ്ങനെ ചേച്ചി വിചാരിക്കരുത്, അങ്ങനെ ചേച്ചി ഓർത്ത് സങ്കടപ്പെടരുത്, ഇതെല്ലാം പറയണുണ്ടേ. അന്നേരവും നമ്മളെപ്പോലെയല്ല, അവരൊക്കെ പഴയ ആൾക്കാരാണ്, അവരെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അതെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ വിശ്വനാണെങ്കിൽ തൻ്റെ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പെട്ടെന്നാണ് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. അപ്പോഴേക്കും വിശ്വന് മനസ്സിലായി അത് പാറുവാണെന്ന്. എന്തെല്ലാം കാര്യങ്ങൾ തൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വിശ്വൻ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കിയാലും തൊട്ടടുത്ത നിമിഷം ഭാര്യയായിട്ട് അത് വരികയും ചെയ്യും. അങ്ങനെ വിശ്വൻ ചെന്ന് വാതിൽ തുറന്നപ്പോഴത്തേക്കും പാറു ആണെങ്കിൽ പല്ലവി അവിടെ ഇരിക്കുന്നത് കണ്ടില്ലല്ലോ. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പാർവതി അകത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പാറു അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ചേച്ചിയെ കണ്ടപ്പോഴത്തേക്കും പാറു തീർന്നെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങ് ഉരുക്കി അങ്ങ് ഇല്ലാണ്ടായി. വിശ്വനും അതുപോലെ തന്നെ. അപ്പോൾ പല്ലവി പാറുവിനെയും അതുപോലെ വിശ്വനെയും ഇങ്ങനെയൊന്ന് നോക്കി. ചേച്ചി ഞാനത്, അപ്പം പല്ലവിക്ക് ഭയങ്കര വിഷമമായി പോയത്. വേണ്ട മോളെ, ഇനി നീ ഒന്നും എനിക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല എന്ന് പല്ലവി അനിയത്തിയോട് പറയാം. അപ്പോൾ ചേച്ചി അത് അങ്ങനെയല്ല ചേച്ചി, ഞാൻ പറയുന്ന ചേച്ചി ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസം നീയും ഇവനും പറയുന്നതെല്ലാം ഞാൻ കേട്ടു, ഞാൻ വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ എന്നെ അടക്കം വിഡ്ഢിയാക്കുകയാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ അച്ഛൻ്റെ അമ്മയോട് മുഖത്ത് നോക്കി കളവ് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കില്ലേ നീ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ പാർവതിക്ക് ഭയങ്കര സങ്കടം. പാറുവാണെങ്കിൽ പല രീതിയിലും പല്ലവിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പല്ലവി നോക്കുമ്പോൾ തെറ്റായുള്ള രീതി തന്നെയാണ്. കാരണം ഇവർ നുണ മാത്രം പറയുന്നു. വിശ്വൻ റൂം എടുത്തപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പാറു വരുന്നു. മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ വിശ്വനും പല്ലവിയോട് പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ചേച്ചിയോട് ഞങ്ങളെല്ലാം പറയാം തുടങ്ങിയതൊക്കെ. അപ്പോഴേക്കും പല്ലവിക്ക് അതൊന്നും അങ്ങോട്ട് ഒരു ഇതാകാനായിട്ട് പറ്റുന്നില്ല. പല്ലവി എന്നിട്ട് ഒരുപാട് സങ്കടത്തോടെ ഇവരോട് കുറേയൊക്കെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ പറയുന്നതും കേട്ടു. പക്ഷേ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പല്ലവി അങ്ങ് പോയി. അപ്പോൾ പല്ലവി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പാറു ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം തൻ്റെ ചേച്ചിയുടെ മുന്നിലും തനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്ത് നമ്മുടെ പല്ലവി അവിടെ നിന്ന് പോന്നിട്ട് പല്ലവി അത് സേതുവിനോട് പറഞ്ഞു. സേതു ആണെന്നുണ്ടെങ്കിൽ പല്ലവിയോട് പറയുന്നത്, പാറു അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല, അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയല്ല പാറു, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ളവളാണ് പാറു, അതുകൊണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നാണ് സേതു പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അച്ഛനും അമ്മയും അത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. മാത്രമല്ല അവൾ ഇപ്പോൾ പറയുന്നത് മുഴുവൻ കളവുകൾ മാത്രമാണ്. സത്യമായിട്ട് ഒരു കാര്യങ്ങൾ പോലും അവൾ പറയുന്നില്ലെന്ന കാര്യവും ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നതായിരിക്കാം. താനിങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് മേഡത്തിൻ്റെ കോള് വരിക. അതായത് നിരഞ്ജന മേഡം വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഇവരെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശരി വരാമെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് വരേണ്ടതെന്ന് ചോദിച്ചു. ഓക്കെ സെറ്റ്, ഇതെല്ലാം പറഞ്ഞു. ഈ സമയത്ത് അച്ചുവും ഹരിയെ റൂമിലിരിക്കുക കേട്ടോ. അങ്ങനെ ഹരി ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അച്ചു ഹരിയുടെ അടുത്തിരുന്ന് ഹരിയെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണേ. അപ്പോൾ ഹരിയുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ഹരി ആണെങ്കിൽ ഇപ്പോൾ അച്ചുവിനോടുള്ള ഒരു സമീപനത്തിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അച്ചു ആണെങ്കിൽ ഹരിയുടെ അരികിലിരുന്ന് ഹരിയോടുള്ള സ്നേഹത്തെ പറ്റിയും അല്ലെങ്കിൽ ഹരിയുടെ ജീവിതത്തിൽ ഇനി മറ്റാരേക്കാളും പ്രാധാന്യം തനിക്കാണെന്നുള്ള കാര്യങ്ങളും ഹരി തന്നെ അകറ്റി നിർത്തുന്നതോളം കാലം തൻ്റെ ഉള്ളിൽ പെടയുകയാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ചു ഇങ്ങനെ പറയും. അപ്പോൾ അച്ചു അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഹരിക്ക് വല്ലാത്ത സങ്കടം. അങ്ങനെ സങ്കടപ്പെട്ട് നമ്മുടെ ഹരി ഇരിക്കുന്ന സമയത്ത് അച്ചു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹരിയെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഒരു പരിധി വരെ അച്ചു അതിൽ വിജയിച്ചു. കാരണം ഹരിയുടെ ആ ഒരു
അച്ചുവിനോടുള്ള സമീപനമൊക്കെ ഒത്തിരി മാറി. പിന്നെ അച്ചു ആണെന്നുണ്ടെങ്കിൽ ഹരിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഹരിയോട് തന്നെ മനസ്സിലുള്ളതൊക്കെ തുറന്നിങ്ങനെ സംസാരിക്കുവാണ്. തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഹരി മാത്രമാണ് ഇപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് ഇടപെടാനും അല്ലെങ്കിൽ തൻ്റേതെന്ന് പറയാനായിട്ടുള്ളതുള്ളൂ. കൂടപ്പിറപ്പുകൾക്കും അമ്മയ്ക്കും പോലും ഞാനിപ്പോൾ ഒരു അധികപ്പറ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ പറയാം, എൻ്റെ ജീവിതത്തിൽ ഹരി എന്നും എന്നോടൊപ്പം വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഡത്തിനെ കാണാനായിട്ട് അവർ രണ്ടുപേരും കൂടെ ചെന്നു. അപ്പം മേഡത്തിന് എന്തിനാ മേഡം വരാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ മേഡം ആണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു. അതായത് തെളിവുകളും കാര്യങ്ങളും ഒക്കെ അവനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ആദ്യമൊന്നും അവൻ പറയാൻ കൂട്ടാക്കിയില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനത്തെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മേഡവും അതുപോലെ തന്നെ ഹരിയും പല്ലവിയും കൂടെ സംസാരിച്ചു. അപ്പോൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ തെറ്റ് ചെയ്തത് ആരായിരുന്നാലും അവരെ കയ്യോടെ പിടികൂടണമെന്നുള്ള കാര്യം മേഡത്തിനോട് ഇവർ പറയുക. അപ്പോൾ എന്തായാലും കേസിൻ്റേതായ ചെറിയ ചെറിയ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മേഡം ഇവരെ കൃത്യമായി വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ മേഡം ഇവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുക്കുന്ന ആ ഒരു തീരുമാനങ്ങൾ അത് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്നുള്ള കാര്യം മേഡം പറയുമ്പോൾ മേഡം സത്യത്തിൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ മതിയെന്നും ആരാണ് ഇതിൽ തെറ്റ് ചെയ്തത് അവർ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇവർ കൊടുത്ത ആ ഒരു ധൈര്യം അത് മേഡത്തിന് വല്ലാത്തൊരു ധൈര്യം തന്നെയാണല്ലോ. മേഡം ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മേഡം ഞാൻ ആലോചിച്ച് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പൊന്നുമടത്തിലേക്ക് പോലീസ് ജീപ്പ് വന്നിരിക്കുക. അപ്പോൾ മേഡവും വേറെ വനിതാ പോലീസുകാരും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പല്ലവിയും ഇവരെല്ലാവരും ഇറങ്ങിച്ചെന്നു. അപ്പോൾ പോലീസ് വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഋതുവും പേടിച്ചു, അതുപോലെ തന്നെ സ്വാതിയും പേടിച്ചു. ഇനി എന്താണ് വരാൻ പോകുന്നതെന്നുള്ള പേടി. അങ്ങനെ മേഡം കയറി വന്നപ്പോൾ സേതുവും പല്ലവിയും അതുപോലെ പൂർണ്ണിമയും ഇറങ്ങി ചെന്നു. അപ്പോൾ അവർ ചോദിച്ചു, എന്താ മേഡം ഒരു മുന്നറിയിപ്പില്ലാതെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതല്ലേ എന്ന് അവരോട് ചോദിക്കുക. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വന്നതെന്നും ആരാണ് ഇതിനകത്തെ പ്രതി എന്നുള്ള കാര്യങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരാ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഋതുക മോളിൽ നിന്ന് ഇങ്ങനെ പേടിച്ച് ഇറങ്ങി വരിക. അപ്പോഴത്തേക്ക് സ്വാതി ഋതുകയുടെ അടുത്തേക്ക് ചെന്നു. എന്താ ചേച്ചി ഇതെന്ന് ചോദിച്ചപ്പോൾ നീ മിണ്ടാതിരിക്കും അവരെന്താ പറയുന്നതെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഇതിനിടയിൽ ഈ ഋതുകയാണെങ്കിൽ പരിഹാസവും കളിയാക്കലും ഒക്കെ ഒരുപാട് ഓവറാക്കി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണിമയാണെങ്കിൽ ഒന്നും കഴിക്കാതെയൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സേതുവും പല്ലവിയും കൂടി ചെന്ന് അമ്മയെ അപ്പോൾ സേതു പിറകിൽ നിന്നിട്ട് പല്ലവി അമ്മയോട് സംസാരിച്ച് അമ്മയോട് ഭക്ഷണം കഴിക്കാൻ മരുന്ന് കഴിക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയെ ചാക്കിട്ട് പിടിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുമാർ രണ്ടുപേരും കൂടെ കുറേ കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പോലീസുകാർ വരുന്നത്. അപ്പോൾ പോലീസുകാർ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ഇന്ന പോലെ നമ്മുടെ ഹരിയുടെ ഓട്ടോ അറിയാതെ തന്നെ കത്തിയതല്ല, മനഃപൂർവ്വം കത്തിച്ചതാണെന്നും ആ കത്തിച്ച ആളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്നും അയാളെ ചോദ്യം ചെയ്തു എന്നുള്ള കാര്യമൊക്കെ മേഡം ഇങ്ങനെ പറയും. അപ്പോൾ പൂർണ്ണിമ വളരെ ആകാംക്ഷയോടെ ചോദിക്കുവാണ്, എന്താ ആരാ അത് ചെയ്തത്, എന്തിനു വേണ്ടി അത് ചെയ്തത്, നിഖിലാണോ അത് ചെയ്തത്, ആ ഒരു മൈൻഡിലൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോൾ നിഖിലല്ല ചെയ്തത്, അയാൾ ചെയ്തത് അയാൾക്ക് ഹരിയോടോ അല്ലെങ്കിൽ ഹരിയുടെ വണ്ടിയോടോ ഒന്നും വ്യക്തിപരമായിട്ടുള്ള യാതൊരുവിധ ഒരു വൈരാഗ്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ അയാളിത് ചെയ്തത് വളരെ നിർണായകമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ഇവരിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കും. അപ്പോൾ പല്ലവി ആണെങ്കിലും സേതു ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താണ് മേഡം എന്തിനു വേണ്ടി അത് ചെയ്തത് എന്നൊക്കെ. അപ്പോൾ പല്ലവിയുടെയും അതുപോലെ സേതുവിൻ്റെയും ഉള്ളിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഋതുകയാണ് ഇത് ചെയ്യിച്ചതെന്നുള്ളതാണ്. ഋതുക ഇത് അമ്മയെ ബലിയേടാക്കിയാണ് ചെയ്യിച്ചതെന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയില്ലല്ലോ. അങ്ങനെ ഋതുകയെ പോലീസ് കൊണ്ടുപോകുന്നതാണ് ഇവർ ശരിക്കും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്വാതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി തുടങ്ങി. എന്താണ് ഈ മേഡം പറയുന്നത്, ആരെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്നൊന്നും അറിയാത്തതിൻ്റെതായ ഒരു ടെൻഷൻ സ്വാതിയുടെ മുഖത്തുണ്ട്. അപ്പോൾ സ്വാതി ഇങ്ങനെ അവിടെ നിന്ന് ഉരുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ മേഡം ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. അത് പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ചത്, അതുപോലെ തന്നെ അവിടെ നിന്ന് പാസ് ചെയ്ത് ഹരിയുടെ ഓട്ടോയുടെ മുന്നിൽ വന്നത്, അതിനുശേഷം കത്തിച്ചത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മേഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ട് പൂർണ്ണിമയ്ക്ക് ഇതിലൊന്നും മനസ്സറിവില്ലാത്തത് കൊണ്ട് പൂർണ്ണിമ ഇങ്ങനെ അത് അറിയാനുള്ള ക്യൂരിയോസിറ്റിയോട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കോള് ചെന്നതിന് ശേഷമാണ് അവൻ ഇതൊക്കെ ചെയ്തത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവനിത് ചെയ്തതെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആരാ മേഡം എന്ന് ഇവരിങ്ങനെ ചോദിച്ചു. ആ സമയത്ത് ഈ പൊന്നുമടത്തിലെ പൂർണ്ണിമയുടെ ഫോണിൽ നിന്നാണ് അയാൾക്ക് ആ കോള് ചെന്നിരിക്കുന്നതെന്നും പൂർണ്ണിമയാണ് ഓട്ടോ കത്തിക്കണമെന്ന് വിളിച്ചു പറഞ്ഞതെന്നുള്ള കാര്യം പറയുന്നത് കേട്ടപ്പോഴത്തേക്കും പല്ലവിയും സേതുവും ഒക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കും. അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ അന്തം വിടേണ്ടതാരാ? പൂർണ്ണിമ പോലും ഇങ്ങനെ തളർന്നു വീഴുന്നത് പോലെ ആയിപ്പോയി. ഞാനൊരിക്കലും അത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ മേഡം തെളിവുകൾ സഹിതം അങ്ങ് നീട്ടി അങ്ങ് വെച്ചു.
ഇപ്പം ഇവള് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല ഋതിക. എന്നാൽ ഞാനത് ചെയ്ത ഒന്നും പറയുന്നില്ല. അമ്മയെ പോലീസുകാർ അമ്മയാണ് പ്രതിയെന്ന് പറയുന്നതൊക്കെ കേട്ട് ഒരു കൂസലും ഇല്ലാതെ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മേഡം ഇങ്ങനെ പറഞ്ഞു, എല്ലാ തെളിവുകളും സഹിതം മേഡം എല്ലാം ഇവരോട് വിശദീകരിച്ച് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സേതുവും പല്ലവി ആകെ തളർന്നു പോയി. ചേച്ചി ഇതെന്ത് ചേച്ചി, ഇത് ചേച്ചി അമ്മയാണോ കുരുതി കൊടുത്തതെന്നുള്ള കാര്യം സ്വാതി ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുക, ഇതിൻ്റെ പോംവഴി എന്താണെന്നൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ നിൽക്കുക. അമ്മയാണെങ്കിൽ ചോദ്യം ചെയ്തപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാനല്ലെന്ന്. പക്ഷേ പൂർണ്ണിമയാണിത് ചെയ്തതെന്ന് സകല തെളിവുകളും പൂർണ്ണിമയ്ക്കെതിരായിപ്പോയി. അങ്ങനെ പൂർണ്ണിമയാണിത് ചെയ്തത്, പൂർണ്ണിമയുടെ നമ്പറാണ് അവൻ്റെ ഫോണിലേക്ക് അവസാനമായി ചെന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു പൂർണ്ണിമയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സേതുവും പല്ലവിയും ആകെ ഇതായിപ്പോയി. അപ്പോൾ അവർക്കിപ്പോൾ എന്താ പറയുന്നത്, കഴിച്ചിട്ട് വിയർക്കാനും മേല മധുരിച്ചിട്ട് തുപ്പാനും മേല എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. ഒരു സൈഡിൽ അമ്മ, മറു സൈഡിൽ അച്ചുവും ഹരിയും. ആരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ നിഷ്പക്ഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ പൂർണ്ണിമ ഇവരുടെ കൂടെ പോകാനായിട്ട് തയ്യാറാവുകയാണ്. കാരണം പൂർണ്ണിമ ചെയ്യാത്തൊരു തെറ്റാണെങ്കിലും പൂർണ്ണിമയുടെ പേരിൽ വന്നതുകൊണ്ട് പൂർണ്ണിമ ആരും ഇനി എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണിമ സ്വമനസാലെ പോലീസുകാരുടെ കൂടെ പോകുവാണ്. പോലീസുകാരുടെ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവിയും സേതുവും കിടന്ന് നെട്ടോട്ട് ഓടുക കേട്ടോ. ഈ സമയത്ത് ഋതികയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. പല്ലവി എന്നിട്ട് നേരെ ഋതികയുടെ അടുത്തേക്ക് ചെന്നില്ലേ, അമ്മയെ ബലി കൊടുത്ത ആ ഒരു ഇതിൻ്റെ രീതി. അപ്പോൾ ഇവളാണെന്നുള്ളൊരു ധാരണ നമ്മുടെ പല്ലവിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം തെളിവ് പൂർണ്ണിമയുടെ ഇതിൽ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പല്ലവിക്ക് കൃത്യമായി അറിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പല്ലവി ഋതികയുടെ അടുത്തേക്കൊക്കെ ചെന്ന് സംസാരിച്ചു. നിൻ്റെ അഹങ്കാരത്തിൻ്റെയാണ് ഇപ്പോൾ ഈ കണ്ടതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മയെ ഇറക്കാനുള്ള വഴികൾ നോക്കാനായിട്ട് ഇവർ പോവുക. അപ്പോഴും അവൾ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ തന്നെ അവിടെ നിൽക്കുക ഋതിക. ഈ സമയമാണെന്നുണ്ടെങ്കിലോ നമ്മുടെ പൂർണ്ണിമയെ പോലീസുകാർ അവിടെ കൊണ്ടു ചെന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നു. സെല്ലിലേക്ക് അടയ്ക്കാൻ പറഞ്ഞു. സെല്ലിലേക്ക് അടച്ചു. എന്നിട്ട് പോലീസുകാരിങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ്. എന്നാലും നിങ്ങളൊരു തള്ളയാണോ എന്നൊക്കെ ചോദിച്ച്, സ്വന്തം മകളെയും ഭർത്താവിനെയും അവരുടെ അന്നം കഴിക്കുന്നത് നശിപ്പിച്ച നിങ്ങളൊരു അമ്മയാണോ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത്? ഏതായാലും അധികം പെട്ടെന്നൊന്നും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൂർണ്ണിമയെ ഭയങ്കരമായിട്ട് അവരിങ്ങനെ വഴക്ക് പറയുക. ഇതൊക്കെ കേട്ട് പൂർണ്ണിമ ഇങ്ങനെ ചങ്ക് പൊട്ടി അവിടെ നിൽക്കുവാണ്. ചങ്ക് പൊട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? മോള് കാണിച്ചു വെച്ചതാണെന്ന് അറിഞ്ഞാൽ അന്നേരം ചങ്ക് പൊട്ടുന്നതിലൊരർത്ഥമുള്ളൂ. എന്തായാലും പൂർണ്ണിമ ഇങ്ങനെ സെല്ലിൽ കിടന്ന് ചങ്ക് പൊട്ടി കരയുക. കാരണം താൻ ചെയ്യാത്തൊരു തെറ്റിന് താൻ ബലിയേടായല്ലോ എന്നുള്ളൊരിത്. അപ്പോൾ ആരാണ് ഇതിൽ ഈ ഒരു ക്രൂരത കാണിച്ചതെന്ന് പൂർണ്ണിമയ്ക്ക് വലിയ ധാരണയൊന്നുമില്ല. ഏതായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറയാമല്ലോ. പാവ ഹരിയെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ട് ഋതികയ്ക്ക് സ്വന്തം അമ്മയുടെ കയ്യിൽ പോലീസുകാർ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് കാണേണ്ടി വന്നു. അത് കണ്ടാലും കണ്ടില്ലെങ്കിലും അവൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് വേറൊരു സത്യമാണ്. അങ്ങനെ പൂർണ്ണിമ ഇപ്പം ജയിലിലായിരിക്കുകയാണ്. എല്ലാ തെളിവുകളും പൂർണ്ണിമയ്ക്കെതിരാവുകയും ചെയ്തു. പൂർണ്ണിമയുടെ കഷ്ടകാലം തുടങ്ങുകയും ചെയ്തു. ഇനി പൂർണ്ണിമയെ രക്ഷിക്കാൻ പൂർണ്ണിമ വെറുക്കപ്പെട്ടവനായ മകനും പല്ലവി മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ കേസ് പിൻവലിക്കാൻ അല്ലെങ്കിൽ ഹരിയോ ഉണ്ടാവത്തുള്ളൂ. ഹരി എന്തായാലും പൂർണ്ണിമയെ ജയിലിൽ ഇടാനൊന്നും സമ്മതിക്കത്തില്ലല്ലോ. ഒന്നെങ്കിൽ അവർ കേസ് പിൻവലിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിൽ പൂർണ്ണിമയെ ചതിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉറപ്പായിട്ടും നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരാനിരിക്കണം. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു. സേ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.